താൻ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ അല്ല, ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരും, ദേഷ്യം വന്നാൽ അത് പരസ്യമായി പ്രകടിപ്പിക്കും. ഒരിക്കൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ്, അച്ചട്ടായ വാക്കുകൾ. തോൽവിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന യു ഡി എഫിനെ പ്രതിപക്ഷത്തിരുന്ന് നയിക്കാനുള്ള ദൗത്യം വി ഡി സതീശൻ എന്ന നേതാവിനെ ഏൽപ്പിച്ചപ്പോൾ കോൺഗ്രസുകാർക്ക് പലർക്കും ഈ വാക്കുകൾ വല്ലാതങ്ങ് അനുഭവപ്പെട്ടിരുന്നു. അനുയായികളും പരിവാരങ്ങളുമായി എപ്പോഴും വാരിപ്പുറം നടന്നിരുന്ന മുൻ നേതാക്കളുടെ പട്ടികയിലെങ്ങും സതീശിനെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളില്ലെന്ന് ശിഥിലമായ പരമ്പരാ ഗ്രൂപ്പുകൾ എല്ലാവരും അടക്കം പറഞ്ഞു. മതസമുദായ നേതാക്കളുടെ തിണ്ണയുടെ പരിസരത്ത് പോലും ഇങ്ങോട്ട് വിളിക്കാതെ കയറി ചെല്ലാത്തതും ചിലരെ ചൊടിപ്പിച്ചു. ഇങ്ങനെയാണോ കോൺഗ്രസിന്റെ നേതാക്കൾ എന്നായിരുന്നു അവരുടെയൊക്കെ ചോദ്യം. അങ്ങനെ നടപ്പ് ശീലങ്ങളിൽ നിന്നും അല്പം മാറി നടക്കാൻ തന്നെ സതീശൻ എന്ന നേതാവിന് സാധിച്ചു. കാലഘട്ടത്തിന്റെ സാധ്യതകൾ ഇത്രയധികം പ്രയോജനപ്പെടുത്തി അതുവഴി സ്വന്തമായ ആശയവിനിമയം നടത്തിയാണ്, സ്വന്തം പാട്ടിലുള്ള വിവിധ ശക്തികൾ പോലും പിടിച്ചു നിർത്തിയാണ് വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ മുന്നോട്ട് പോക്ക്. വാർത്താ സമ്മേളനങ്ങൾ എന്താകുന്നു, അതൊരു വീഡിയോ എക്സ്പ്ലെയിനർ വളരെ ഷാർപ്പാകുന്നു. അത്യുജ്വലമായി മനഃപ്പാഠം ചെയ്ത് അവതരിപ്പിക്കുന്ന സ്വഭാവം. ക്ഷണിക്കപ്പെടുന്ന ക്രൈസ്തവ സമുദായ സദസ്സുകളിൽ ബൈബിൾ ഭാഗങ്ങൾ മനഃപ്പാഠം പഠിച്ച് പ്രസംഗിച്ച് അവരെ കയ്യിലെടുക്കും. ഗുരുദർശനങ്ങളിലൂടെ വെള്ളാപ്പള്ളിക്ക് നൽകി വന്ന ചുട്ട മറുപടി ഏറെ ശ്രദ്ധേയം. ഇതും സതീശന്റെ മറ്റൊരു സ്റ്റൈലാണ്. കേഡർ സ്വഭാവത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നിലവിലെ പരിമിതി കൃത്യമായി മനസ്സിലാക്കി മുകൾ തട്ടിൽ ഐക്യത്തിന്റെ ആത്മവിശ്വാസം, ശക്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വി ഡി സതീശൻ എന്ന നേതാവ് വിജയിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ ആ ദേഷ്യത്തിന്റെ കാര്യം, പി വി അൻവർ വി ഡി സതീശൻ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നതിന്റെ ആദ്യത്തെ തെളിവാണ് പി വി അൻവറിന്റെ വലതു മുന്നണി യു ഡി എഫ് മുന്നണിയിലേക്കുള്ള പ്രവേശനം. ഇടതു മുന്നണിയിൽ നിന്നും അൻവർ വിട്ടുവന്നപ്പോൾ ആദ്യം വി ഡി സതീശനടക്കം അൻവറിനെ യു ഡി എഫിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നെങ്കിലും അൻവറിന്റെ വാക്കുകൾ, നിലപാടുകൾ, ഭാഷ ഇതൊക്കെ കൊണ്ട് കോൺഗ്രസ് നേതാക്കളെ അടക്കം വിമർശിക്കുന്ന വി ഡി സതീശനെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ആ അൻവറിന്റെ വാക്കുകൾ അത് സതീശന് വല്ലാതെ തട്ടുകയും തൻ്റെ കൂടെയുള്ള മറ്റു നേതാക്കളെല്ലാം അൻവറിനൊപ്പം നിന്നിട്ടും അൻവറിനെ പോയി കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം യുവ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വരെ സാഹസപ്പെട്ടപ്പോൾ അവരെയൊക്കെ അടക്കി നിർത്തി സംയമനത്തോടെ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ ഭാഷയിലൊക്കെ നിന്ന് പി വി അൻവറിനെ നിയന്ത്രിച്ച് നിർത്തി ഇപ്പോഴും അൻവർ യു ഡി എഫിൻ്റെ ഏതാണ്ടൊരു പടിക്കൽ വരെ എത്തിയിട്ടേ ഉള്ളൂ. അതാണ് വി ഡി സതീശൻ. ഏറ്റവും ഒടുവിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ അത് വി ഡി സതീശനാണ് മുൻകൈ എടുത്തത്. കാരണം ആദർശങ്ങളിൽ അടിയുറച്ച് വേണം കോൺഗ്രസ് നേതാക്കൾ നിൽക്കാനെന്നും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് സ്വമേധയാ മാറി നിൽക്കണം എന്നുമൊക്കെയാണ് വി ഡി സതീശൻ അന്നെടുത്ത നിലപാട്. കെ സുധാകരൻ അടക്കം, കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം പ്രബലരായ നേതാക്കൾ വി ഡി സതീശനെ പരസ്യമായി അവർ തള്ളിപ്പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നെങ്കിലും വി ഡി സതീശൻ തന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയില്ല. എന്തായി ഫലം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1 അല്ല 2 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യാതൊരു പരിപാടികളും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നു. മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും മാങ്കൂട്ടത്തിനെതിരെ FIR ഇട്ടപ്പോൾ തന്നെ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. അതാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളിലെ വ്യത്യസ്തത, ആ നിലപാടുകളിലെ ഐക്യത. മറ്റു കോൺഗ്രസ് നേതാക്കൾ വൈകിയാണ് മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കേരളത്തിൽ യു ഡി എഫിനെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ ഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യം.